നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NANR സ്കൂൾ ഓഫ് വിസ്ഡം. കഴിഞ്ഞ ദിവസം വിജ്ഞാന പൈരവതന്ത്ര ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിരുന്നു. അപ്പം അത് ചെയ്യാനുള്ളൊരു കാരണം 112 മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമുറ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആയിട്ടുള്ള ഒരിതാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന അല്ലെങ്കിൽ ആചാര്യന്മാർ നമുക്ക് പുസ്തക രൂപത്തിലും മറ്റുമൊക്കെ കിട്ടുന്ന ഇതിൽ എല്ലാ ധ്യാനമുറയും അതിലുള്ളതാണ്. അപ്പം അതിലത് എങ്ങനെ ചെയ്യണം, ചെയ്താൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ധ്യാനമായിട്ടല്ല പറയുന്നത്. പാർവതി ശിവനോട് ചോദിക്കുകയാണ്, ശുദ്ധബോധം എന്താണ്, പ്യുവർ കോൺഷ്യസ്നെസ് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഉത്തര രൂപത്തിലല്ല ഇത് പറയുന്നത്. അപ്പം ഇത് എന്തുകൊണ്ട് നമ്മുടെ വായനയിലോ നമ്മുടെ ശ്രദ്ധയിലോ വന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ശിവൻ്റെ ആൾക്കാരും വിഷ്ണുവിൻ്റെ ആൾക്കാരും രണ്ട് തട്ടിലായിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇത് ശിവൻ പറഞ്ഞതായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഇതങ്ങനെ പ്രതിപാദിക്കാത്തതും ചർച്ച ചെയ്യാത്തതും ആയിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ കാരണം. പക്ഷെ എന്തായാലും മെയിൻ സ്ട്രീമിൽ ഭാഗവതവും അല്ലെങ്കിൽ ഭഗവത്ഗീതയും അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇതങ്ങനെ ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ആകെ ഇത് ചർച്ച ചെയ്ത് കണ്ടിട്ടുള്ളത് ഓഷോയുടെ ഗ്രൂപ്പുകളിലാണ് ഇതാകെ കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റ് പിന്നെ ഇതിനകത്ത് അതൊരു കാരണമാണ്. പിന്നൊരു കാരണം, ഇതിലാദ്യത്തെ സൂത്രം അത് ആനാപാനസതി എന്ന് പറയുന്ന ബുദ്ധൻ ഉപയോഗിച്ച ഒരു മാർഗമാണ്, ടെക്നിക്കാണ്. അപ്പം അത് ബുദ്ധൻ്റെ ആണെന്നും ഒരു വാദമുണ്ട്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് ഇന്ത്യയിൽ അങ്ങനെ ചർച്ചയിടപ്പെടാതെ പോയി പ്രാക്ടീസ് ചെയ്യാതെ പോയത്. പക്ഷെ ടിബറ്റ്, ശ്രീലങ്ക പോലുള്ള മറ്റ് സ്ഥലത്തെല്ലാം ഇത് വളരെയധികം അവർ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അതങ്ങനെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ധ്യാനമുറ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിലൂടെ കേൾക്കുകയോ ചെയ്താൽ അതിൻ്റെ പ്രമാണ പുസ്തകം ഇതാണ്. ഇത് വായിക്കുകയൊന്നും വേണ്ട, നെറ്റിൽ ചെന്ന PDF ഫയൽ കിടപ്പുണ്ട്. എന്നിട്ട് അതുമായിട്ട് നോക്കിയിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കുക. ഞാൻ ജിത്തു കൃഷ്ണമൂർത്തിയുടെ മെഡിറ്റേഷനെ കുറിച്ചൊരു 10-50 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജിത്തു കൃഷ്ണമൂർത്തിയുടെ വാക്കുകളിലൂടെയാണ്. അപ്പം ആ ജിത്തു കൃഷ്ണമൂർത്തി സാധാ മെഡിറ്റേഷനെതിരാണ്. അത് വാസ്തവമല്ല. അങ്ങനെ എതിര് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഒബ്ജക്റ്റും സബ്ജക്റ്റും എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൽ പറയുന്നുണ്ട് 112 ചെയ്യണ്ട, നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം അത് ചെയ്താൽ മതി. അപ്പം ഒന്നിനെയും എതിർക്കുകയോ അല്ലെങ്കിൽ ഇത് നല്ലതാണ് ഇത് ചീത്തയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞാലും ശരി, രമണ മഹർഷി പറഞ്ഞാലും ശരി, ഇനി ആര് പറഞ്ഞാലും ശരി, ബുദ്ധൻ പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം ഇല്ല. ആത്മീയതയിൽ ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആർക്കും അടിമകളല്ല, ആര് പറയുന്നതും മെജോറിറ്റി അല്ല. അപ്പം ഈ ഒരു സ്വതന്ത്രമായൊരു ഓപ്പൺ മൈൻഡുള്ള ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെയുള്ള ഒരു തടങ്കലാണ്, ജയിലറകളിലാണ്. ഏത് ജയിലറകളിലും, ഒന്നുകിൽ ജിത്തു കൃഷ്ണമൂർത്തിയുടെ ജയിലറ അല്ലെങ്കിൽ രമണ മഹർഷിയുടെ ജയിലറ. അപ്പം അത് അങ്ങനെയുള്ളവർക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ JK ഫൗണ്ടേഷൻ എന്തിനാ തുടങ്ങി? തിയോസഫിയിൽ നിന്ന് പുറത്തു പോയിട്ട് JK ഫൗണ്ടേഷൻ തുടങ്ങേണ്ട കാര്യമില്ല. പക്ഷെ JK ഫൗണ്ടേഷൻ തുടങ്ങി. അപ്പം ഇതെല്ലാം ഒരു കൾട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരു കൾട്ടായിട്ട് തന്നെയല്ലേ മുമ്പോട്ട് പോകുന്നത്. ജിത്തു കൃഷ്ണമൂർത്തിയുടെ അനുയായികളുടെ ജിത്തു കൃഷ്ണമൂർത്തിയാണ് അൾട്ടിമേറ്റ്, അതിനപ്പുറം ഒന്നുമില്ലെന്ന് പറയുന്നു.
ബുദ്ധൻ്റെ ആൾക്കാർ പറയുന്നത് ബുദ്ധനാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്, ക്രൈസ്റ്റാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇവരൊക്കെ വന്നിട്ട് എത്ര കാലമായി? അതിനു മുമ്പൂടെ മനുഷ്യരാശിയില്ലേ? അപ്പോൾ ഉറവിടം എന്താണെന്ന്, സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു എന്താണ് പറയുന്നത്, കിണറ്റിലെ തവളയെ പോലെ, തവള കടലിനെ കുറിച്ച് പറയുന്നത് പോലെയാണ് നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നതും പ്രഭാഷണം നടത്തുന്നതും. അപ്പം ഇതൊന്നും കേൾക്കണ്ട എന്നുള്ളതല്ല, പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഏത് സാധനത്തിൻ്റെയും അതോറിറ്റി ആരാണ്, അത് എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി ഇതൊരു സയൻസാണോ ഇതൊരു ഫിലോസഫി ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഫിലോസഫി അല്ല, ഇത് ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഫിലോസഫി പഠിക്കുന്നവർക്ക് ഒരു ചക്കയും മാങ്ങയും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറാകാം, PhD എടുക്കാം, വേണമെങ്കിൽ 100 പുസ്തകം എഴുതാം, അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് കടക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിൽ ഈ ഒരു വിഷയത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങളിൽ പിന്നെ പറയുന്നത്, നമ്മൾ ഏതെടുത്താലും പറയുന്നത് ലവ് ആണ്. നമ്മൾ ഏതൊരു കാര്യം, ലവ് ഇസ് ഡെത്ത് എന്നാണ് പറയുന്നത്. ലവ് ഇസ് ഡെത്ത് എന്നാണ് പറയുന്നത്. അതെന്താണ് ഈ ലവ് ഇസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു കാര്യത്തെ സ്നേഹിക്കുമ്പോൾ, പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ നമ്മൾ തന്നെ ഇല്ലാതാവും. നമ്മൾ സൂര്യനെ നോക്കി മെഡിറ്റേഷൻ ചെയ്താൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനപ്പുറത്തേക്ക് സൂര്യൻ തന്നെ അവിടെ ഇല്ലാതാവും. ആ അവസ്ഥയാണ്. അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ പ്രേമിക്കുകയാണ്. പ്രേമിക്കുമ്പോൾ എന്താ, സ്വന്തം അച്ഛനും അമ്മയും ഇല്ല, ആരുമില്ല, അവർ ബ്ലൈൻഡ് ആവുകയാണ്. ബ്ലൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇല്ലാതാവുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ. അത് പെർമനൻ്റ് ആണോ അല്ലേ എന്നുള്ളതല്ല, ആ അവസ്ഥ പെർമനൻ്റായിട്ടിരിക്കുന്നതാണ് കോൺഷ്യസ്നെസ്. അപ്പം ചിലർ പറയുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരബോധം നഷ്ടപ്പെടും. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് ശരീരത്തിന് അതീതമാണ്. ആനാപാന സതി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, വെളിയിലേക്ക് വിടുന്നു, ഇതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. അവിടെ നമ്മൾ ശ്വാസം എടുക്കുന്നില്ല, ശ്വാസം വിടുന്നുമില്ല. അപ്പം നമ്മളുണ്ടോ? നമ്മളില്ല. അപ്പോൾ ഇതാണ് ധ്യാനമുറകൾ. അപ്പോൾ ഈ ധ്യാനമുറകളിലൂടെ അല്ലെങ്കിൽ ടെക്നിക്കുകൾ യൂസ് ചെയ്യാതെ എത്ര ഭഗവത്ഗീതയും എത്ര ഭാഗവതവും വാസിഷ്ഠവും വായിച്ചാൽ ഒരിക്കലും നീന്താൻ പറ്റത്തില്ല. നീന്തൽ പുസ്തകത്തിലൂടെ വായിക്കുന്നത് പോലല്ലാതെ ഇതിൻ്റെ പ്രാക്ടിക്കൽ സെൻസിൽ കടക്കണമെങ്കിൽ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഇത് തന്നെയാണ്. ധ്യാനമാണ് ഇതിൻ്റെ താക്കോൽ. അപ്പോൾ എന്തൊക്കെ ധ്യാനമുണ്ടെന്നും എങ്ങനെ ചെയ്യണമെന്നും ഈ പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ അല്ലെങ്കിൽ നമ്മുടെ നോളജിൽ വരാതെ നമുക്ക് ആത്മീയതയിൽ കടക്കാൻ പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, കടക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ധ്യാനമുറ ഇതിലുള്ളതാണ്. നമ്മൾ ശരിയായ രീതിയിലാണോ ചെയ്യുന്നതില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് തോന്നുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.